ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമായാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉറക്കം കെടുത്തുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് ഏഷ്യൻ വൻശക്തികൾ ഒന്നിക്കുമ്പോൾ ലോകശക്തികളുടെ സന്തുലിതാവസ്ഥ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വഴിത്തിരിവിലേക്ക് നമുക്ക് കടക്കാം. വർഷങ്ങളായി ശീതയുദ്ധത്തിലും അതിർത്തി തർക്കങ്ങളിലും മുഴുകിയിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വഴിത്തിരിവുണ്ടായാൽ എന്ത് സംഭവിക്കും? ഏഷ്യയിലെ ശക്തികൾ തമ്മിലുള്ള ഭിന്നത മുതലെടുത്ത് ആധിപത്യം സ്ഥാപിച്ച പാശ്ചാത്യ ശക്തികൾക്ക് ഈ സൗഹൃദം ഒരു വലിയ വെല്ലുവിളിയാകും. ഈ ബന്ധം അമേരിക്കയെയും യൂറോപ്പിനെയും എന്തിനാണ് ഭയപ്പെടുത്തുന്നതെന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നു. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വശം നോക്കാം. ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്വ്യവസ്ഥകളായി മാറും. ഇവ രണ്ടും ചേർന്നാൽ ലോക ജനസംഖ്യയുടെ 1/3 വരും. ഈ രണ്ട് രാജ്യങ്ങളുടെയും സംയുക്ത വിപണി 280 കോടിയിലധികം ആളുകളുടേതാണ്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യകതകളെ ആശ്രയിക്കാതെ തന്നെ ഇവർക്ക് ഏഷ്യയിൽ വ്യാപാരം നടത്താനാകും. ഇത് ഡോളറിനെയും യൂറോപ്പിനെയും ആശ്രയിക്കുന്ന രീതി കുറയ്ക്കും. കൂടാതെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നാൽ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾക്ക് G7 രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ബദൽ സാമ്പത്തിക ശക്തിയായി മാറാൻ സാധിക്കും. അമേരിക്കയും യൂറോപ്പും ചുമത്തുന്ന ഇറക്കുമതി തീരുവകൾക്കെതിരെ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒറ്റക്കെട്ടായി ചെറുത്തുനിൽക്കാനും ഈ സമ്മർദ്ദ തന്ത്രങ്ങളെ ദുർബലമാക്കാനും കഴിയും. സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, തന്ത്രപരമായ നീക്കങ്ങളിലും ഈ സഹകരണം നിർണായകമാകും. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പാശ്ചാത്യ നിയന്ത്രണങ്ങളില്ലാത്ത പുതിയ വിതരണ ശൃംഖലകൾ രൂപീകരിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിയും. ഉദാഹരണത്തിന്, സെമി കണ്ടക്ടറുകൾ പോലുള്ള നിർണായക സാങ്കേതിക വിദ്യകളിൽ പോലും ഇവർക്ക് സ്വയം പര്യാപ്തത നേടാനാകും. ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ ഇവർ പരസ്പരം സഹകരിച്ച് പാശ്ചാത്യ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയും. UN, WTO, കാലാവസ്ഥാ ചർച്ചകൾ തുടങ്ങിയ ആഗോള വേദികളിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും കൂടുതൽ വിലപേശൽ ശേഷിയുണ്ടാകും. ഇത് പാശ്ചാത്യ അജണ്ടകളെ ചെറുക്കാൻ സഹായിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഒളിഞ്ഞിരിക്കുന്നത്. വർഷങ്ങളായി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ചാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഏഷ്യയിൽ സ്വാധീനം നിലനിർത്തിയത്. ഇന്ത്യയും ചൈനയും അടുക്കുമ്പോൾ ആ തന്ത്രം അപ്രസക്തമാകും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറഞ്ഞാൽ അത് ഇൻഡോ പസഫിക് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. US-നും സഖ്യകക്ഷികൾക്കും ഈ മേഖലയിൽ നിലവിലുള്ള ആധിപത്യം ചോദ്യം ചെയ്യപ്പെടും. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഏറ്റവും വലിയ ഏകകക്ഷി ഭരണകൂടവും ഒന്നിക്കുമ്പോൾ ജനാധിപത്യമാണ് പുരോഗതിയുടെ ഒരേയൊരു വഴിയെന്ന പാശ്ചാത്യ വാദമുഖം ദുർബലമാകും. ചുരുക്കത്തിൽ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം കേവലം ഒരു പ്രാദേശിക നീക്കമല്ല, അത് ആഗോള സാമ്പത്തിക, സൈനിക സന്തുലിതാവസ്ഥയെ മുഴുവനായി മാറ്റിമറിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് ലോകം ഈ ബന്ധത്തെ ഇത്രയധികം ആകാംക്ഷയോടെയും ഭയത്തോടെയും നോക്കിക്കാണുന്നത്. ഇന്ത്യ ചൈന സൗഹൃദം ഗുണകരമാകുമോ ദോഷകരമാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.